അപ്പൊ കമ്പനിയുടെ നോമ്പർക്കലിന് പോവാണ് മക്കളെ. നമ്മളെ കലാമ അതാ കുട്ടിപ്പ നിസാമ അളിയന് ഞാനിവിടെ ഉണ്ട്. അപ്പൊ ഒരു ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഒരു ഏരിയക്കാണ് ഞങ്ങൾ പോണത്. ഫാം ഹൗസ് ആണിത്. ഞങ്ങൾ നോമ്പർക്കല് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഫാമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ അല്ലെങ്കിൽ കഴിഞ്ഞാൽ നിർത്തിക്കോ. ഇവിടെ മറ്റേ സിനിമയിൽ പറഞ്ഞു വരുമല്ലോ അബു സലീഫ്. ഞങ്ങളിന്ന് കമ്പനിയുടെ നോമ്പർക്ക് വന്നിരിക്കുന്നത് നോമ്പെറുക്കലിന് വന്നതാണ്. അപ്പോൾ ഈ ഫാം ഹൗസിലാണ് ഇന്നത്തെ നോമ്പുതുറ. ഇപ്പോൾ ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയിട്ടുള്ളത്. അതാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കലാമും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അത് അളിയനതാ നിൽക്കുന്നു. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളെ നോമ്പർപ്പിക്കൽ ഉള്ളത്. ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പോൾ ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളതെന്ന് പറയുകയെങ്കിൽ ഷഹാമ ഭാഗത്തുള്ള ഒരു ഫാം ഹൗസിലാണ് ഇന്നത്തെ നോമ്പുതറ. അപ്പോൾ എല്ലാ വർഷവും കമ്പനി നടത്താറുള്ള ഒരു നോമ്പുതറയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ഇതാണ് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ നോമ്പുറ ഉള്ളത്. അപ്പോൾ നമ്മളെ കൂട്ടുകാരന്മാരായ നിസാം അളിയന് ഉണ്ട്. ഏതാ പാട്ട് പാടുന്നത്? അവിടെ നിന്നിട്ട് പാട്ട് പാടും. അപ്പൊ നല്ല കുറച്ചുകൂടി വെളിച്ചമുണ്ട്. ഈ ജീവിതത്തിലെ ഒരാൾക്കും കാമുകി വേണം. ജീവനേക്കാൾ ജീവനായ പ്രണയിനി വേണം. ജീവിതത്തിലെ ഒരാൾക്കും കാമുകി വേണം. ഞങ്ങള് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഓക്കെ അതാ. അപ്പോൾ നമ്മളെ ഇഫ്താർ പരിപാടി ഇവിടെയാണ് നടക്കുന്നത്. ശരിക്കും ഒരു ഗ്രാമാന്തരീക്ഷം തുളുമ്പുന്ന ഒരു സ്ഥലമാണിത്. നല്ല കാണാനൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ്. പ്രാവിൻ്റെ കൂടുകൾ. പിന്നെ അയ്യോ നല്ല ഗാർഡന് സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു ഏരിയയാണ് ഇതാ. ആഹാ ലോ ബേർഡ്സ്. ആഹാ തത്തുണ്ട്. അയ്യവ പിന്നെ പ്രാവുകൾ. പിന്നെ അവിടുന്ന് മയിലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. നോക്കട്ടെട്ടാ മയിലുണ്ടാകും. നല്ല രസമുള്ള പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. നല്ല രസമുണ്ട്. ഓഹോ വലിയൊരു നല്ല വലുപ്പമുള്ള കോഴി. അയ്യവ എന്താ രസം എന്നറിയാം. ആഹാ അതാണ്ട് അതിൻ്റെ ഉള്ളിൽ മയിലൊക്കെ ഉണ്ട് മക്കളെ. അയ്യവ എന്താ രസം എന്നറിയാം മക്കളെ.
രണ്ട് സൂപ്പറല്ലേ അളിയാ? എന്തെങ്കിലൊക്കെ ഫിലിം ഷൂട്ടിന് പറ്റിയത് അളിയാ. ഇപ്പം അതിനുള്ളിൽ അടിപൊളി മയിലുകൾ ഉണ്ട് കേട്ടോ, നല്ല രസമുള്ള മയിലുകൾ. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടത്. എന്താ ഇരിക്കാനൊക്കെ പറ്റിയ, നമ്മള് ശരിക്കും പറഞ്ഞു വെച്ചെങ്കിൽ നമ്മളെ ഒരു നാട്ടില് ഒരു പാർക്കിലൊക്കെ ചെന്ന പോലെ ഉണ്ടാ ഇവിടെ. നല്ല രസമുണ്ട്. ഇതേപോലെയൊക്കെ നമ്മുടെ നാട്ടിൽ ഇതേപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ചെറിയ ഫങ്ഷനൊക്കെ നടത്തുമ്പോഴൊക്കെ ഇങ്ങനത്തെ ഇതൊക്കെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് ഫങ്ഷനൊക്കെ നടത്തി കഴിഞ്ഞിട്ട് നല്ല നല്ല രസം ഉണ്ടാവും കേട്ടോ. നല്ല രസമാണ് ഇതേപോലത്തെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. വലിയ അനാറുണ്ടായിട്ടുണ്ട് കേട്ടോ അവിടെ, ഉണ്ടോ? വലിയ അനാറൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറേ ഏരിയ ഉണ്ട്. ഇതാ ആഹാ, എന്നാണിപ്പോൾ നോമ്പുതറ വെക്കുന്ന സ്ഥലം ഉണ്ടാ. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ നോമ്പുതറ. നല്ല രസമുണ്ടല്ലേ? ഇവിടെ ഒരു മജ്‌ലിസൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ ഒക്കെ വെച്ചിട്ടും ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഏരിയയാണ്. ഉണ്ടോ? കണ്ടമാന ഏരിയ ഉണ്ട് കേട്ടോ അവിടെ. അല്ല, അതൊരു ഏറുമാടം പോലത്തെ ഒരു ഹട്ട് പോലെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതേപോലൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാക്കിയാൽ നല്ല രസമായിരിക്കും അല്ലേ? സംഭവം സൂപ്പർ. വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറേ കാലമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എല്ലാവരും കാണുക. ഇന്ന് നമ്മളെ കമ്പനിയുടെ നോമ്പുതുറയാണ്. അപ്പോൾ ഒരു ഷഹാമിലുള്ള, അബുദാബിയിലുള്ള ഷഹാമ എന്ന് പറയുന്ന സ്ഥലത്തൊരു ഫാം ഹൗസ് ഉണ്ട്. ആ ഫാം ഹൗസിൽ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ നോമ്പുതുറ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നാട്ടിൽ പോയൊരു ഫീലാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ. അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങളിലോട്ട് ഞാൻ എത്തിക്കുന്നത്. ഓക്കെ, ഇതെന്താ നല്ല മുരിങ്ങൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതൊരു മരം കൊണ്ട് അടിപൊളിയായിട്ടൊരു ഹട്ട് പണിതിട്ടുണ്ട്. നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? രാജകീയമായ പദവിയിൽ ഇരുന്നിട്ടൊക്കെ നോമ്പുതുറ അടിപൊളി സംഭവം കേട്ടോ. എവിടെ പോയിരുന്നിട്ട് വേണമെങ്കിൽ നോമ്പ് തുറക്കാം.
പക്ഷെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു രസം കിട്ടുന്നില്ലല്ലോ എന്താ തമാശയല്ല. അപ്പോൾ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? നല്ല ലൊക്കേഷൻ അല്ലേ? സൂപ്പർ ഏരിയ അല്ലേ? ആ അതൊക്കെ ഇതിന്റെ ഇടയിൽ അടക്കുന്നുണ്ട്. നമ്മളെ പച്ചക്കുന്ന് നോക്കി മയില് കണ്ട നോക്കി നോക്ക് പീലി വിരിച്ചിന് സൂപ്പറായ ഇതിലൊക്കെ എന്ത് രസം. ഇപ്പൊ എന്തിമാ and it's a month which connects us with our Lord, and this is an opportunity during an iftar event where we always try to connect with each other and strengthen our bonds. As we say, so for a lot of them, lot of people, I would be a new face. Take an opportunity to appreciate and highlight those key performers, and we would like to So the next best. ജയ് Video.